കരുതിയിരുന്ന തൃക്കാക്കരയിലെ റിസൾട്ട് ഞാനങ്ങ് പറയുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3-ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1-ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആം ആദ്മി പാർട്ടി കഴിഞ്ഞാൽ അടുത്തത് അഖിൽ രാജാണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 24,303 വോട്ടുകൾ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഖിൽ മാരാറിനെ ഇട്ട് പരിഹസിക്കുകയാണ് നമ്മുടെ അരുൺകുമാർ. ഇങ്ങനൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഒരു ചക്കയ്ക്ക് വേണ്ടി മത്സരിച്ച ഒരു ചക്ക ചിഹ്നത്തിൽ മത്സരിച്ച ഒരു പാവം എൻഡിഎക്കാരനെ, ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ്സുകാരനായിരുന്ന, പിന്നീട് കോൺഗ്രസിൽ സീറ്റ് കിട്ടാത്തതുകൊണ്ട് ബിജെപിയോടൊപ്പം ചേർന്ന, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ച് അവസാനം 2020യുടെ ഒപ്പം നിന്നിട്ട് എങ്ങനെയെങ്കിലും ബിജെപിയിലേക്ക് ഒരു നൂല് കിട്ടുമെന്ന് വിചാരിച്ച് മത്സരിക്കാൻ നിന്ന അഖിൽ മാരാരെ ഇങ്ങനെയൊക്കെ കളിപ്പിക്കേണ്ടതുണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിരിക്കും. സുഹൃത്തുക്കളെ, കളിപ്പിക്കേണ്ടതൊക്കെ ഉണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന 8ന്റെ പണിയാണ്. അത് അരുൺകുമാർ കൊടുത്തിരിക്കും. ഇതിങ്ങനെ കൊടുക്കാൻ കാരണം ഒന്നുണ്ട്. അത് ആദ്യം നിങ്ങളൊന്ന് കേൾപ്പിച്ചുതരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്താ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. തുടക്കം കുറിക്കുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്വീകരണത്തിന് 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ 2 വാക്ക് സംസാരിക്കാൻ ഏറെ സ്നേഹത്തോടെ എന്റെ ജ്യേഷ്ഠ സഹോദരൻ എല്ലാ കാലത്തും എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ള എന്തൊക്കെ ആവശ്യങ്ങൾ ഞാൻ നാട്ടുകാർക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ മെസ്സേജിന് ഒരു റിപ്ലൈ പോലും തന്നില്ലെങ്കിലും ആ നിമിഷം തന്നെ അതിനുള്ള പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഉദാഹരണം ഞാൻ പറയാം. ഇതാണ് അഖിൽമാരെ ഒരിക്കൽ പറഞ്ഞേ. അഖിൽമാരെ നന്നായിട്ട് വിമർശിക്കുന്ന ഒരാളായതുകൊണ്ട് ഇങ്ങനെ BJP ഒരു തരത്തിലും ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന അരുൺകുമാറിനെ കൊണ്ട് എന്റെ റിസൾട്ട് ഞാൻ വായിപ്പിക്കുമെന്ന് ഒരിക്കൽ വെല്ലുവിളിച്ചതാ. ഇമാതിരി വെല്ലുവിളിയൊന്നും വിളിക്കരുത്. പ്രത്യേകിച്ച് BJPക്കാര് അല്ലെങ്കിൽ ഈ 2020കാര് അറ്റ്ലീസ്റ്റ് നിങ്ങളെപ്പോലെ ബിഗ് ബോസിൽ പോയിട്ട് ആളായ നാട്ടുകാരുടെ ഇടയിൽ ഒരിക്കലും രാഷ്ട്രീയം പ്രവർത്തിച്ച് പരിചയമില്ലാത്ത താങ്കളെപ്പോലുള്ള ആളുകൾ ഒരിക്കലും വെല്ലുവിളിക്കരുതെന്ന് പറയാ. എന്തായാലും ഇദ്ദേഹത്തിന് കേൾക്കാം. ഇദ്ദേഹം ഒരു വേദിയിലിരിക്കുന്ന സമയത്ത് ഞാൻ ഒരാളുടെ കാര്യം പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു. എന്നെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ സെക്രട്ടറി വിളിച്ചു പറഞ്ഞു, അഖിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എടുക്കാത്തതിന്റെ കാരണം ഇന്നതാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് ചോദിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊള്ളാൻ പറഞ്ഞ മനുഷ്യനാണ്. പലപ്പോഴായി പലർക്ക് വേണ്ടിയും നിശബ്ദനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. അപഹസിക്കാം, പരിഹസിക്കാം, പക്ഷെ ഈ മനുഷ്യനെ ഒരിക്കലും നിങ്ങൾക്ക് ജനഹൃദയങ്ങളിൽ നിന്നും മായ്ച്ചു കളയാൻ കഴിയില്ല. റിപ്പോർട്ടർ ചാനൽ എന്തായാലും ഇങ്ങനെ അതിഗംഭീരമായിട്ട് സുരേഷ് ഗോപിക്കൊക്കെ വേണ്ടി സംസാരിച്ച സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് അനുകൂലമാവുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1 സ്ഥാനാർത്ഥിയുടെ ഒരു വ്യക്തിത്വം, 2 ഭരണത്തിന് വിരുദ്ധമായി വരുന്ന അനുകൂല അന്തരീക്ഷം. ആ ഒരു വ്യക്തിത്വം ഈ ഇദ്ദേഹത്തിന് ഇല്ല എന്ന അർത്ഥം അല്ലെ? നോക്കാം. ആ മണ്ഡലത്തിലെ MLA ഒരു വിരുദ്ധ വികാരം, 4 നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒരു ജനത, 5 പുതിയതായിട്ട് ചേർക്കപ്പെട്ട വോട്ടുകൾ. ഇത് കൂടാതെ ഇപ്പം ഒരാൾ പ്രതിനിധാനം ചെയ്യുന്ന മുന്നണി പൊതുവായിട്ട് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇമ്പാക്റ്റും കൂടെ വെച്ചിട്ടായിരിക്കും പലപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പം നമ്മുടെ തൃക്കാക്കരയെ സംബന്ധിച്ച് ഇവിടെ എന്തായാലും ഈ ഒരു ഇപ്പോ എന്താണ് ന്യായീകരണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി അരുൺകുമാർ എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ പരാജയം പറഞ്ഞു എന്നുള്ളതാണ്. കൊല്ലലായിരുന്നു. തൃക്കാക്കരയിലെ റിസൾട്ട് ഞാനങ്ങ് പറയുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3-ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1-ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തോ ഒരു കളിപ്പിക്കില്ലാന്നറിയോ അല്ലേ? ഇങ്ങനൊക്കെ കളിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാണോ? കഴിഞ്ഞാൽ അടുത്തത് അഖിൽ രാജാണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 24,303 വോട്ടുകൾക്ക് അഖിൽ മാരാർ എന്ന അഖിൽ രാജ് എന്ന അഖിൽ കൊട്ടാത്തല ഇപ്പോൾ പിന്നിലാണ്. ആദ്യം യൂത്ത് കോൺഗ്രസ് ആയിരിക്കുകയും പിന്നീട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുകയും പിന്നീട് അവിടെ നിന്ന് തിരിച്ച് യുവമോർച്ചയിലേക്കും BJPയിലേക്കും ഒക്കെ വന്ന് അവിടെ നിന്ന് 2020ൽ വന്ന് മത്സരിച്ച അഖിൽ മാരാർ കുറെ പോയിണ്ടല്ലേ, ഒരുപാട് വഴി കൂടെ പാവം പോയിട്ടുണ്ട് കേട്ടോ, കുറ്റം പറയാൻ കഴിയില്ല. 9,161 വോട്ടുകളാണ്. 9,161 എവിടെ? തൃക്കാക്കരയിൽ. ഉമാ തോമസിനേക്കാൾ 24,000 വോട്ടുകൾക്ക് പിറകിലാണ് അഖിൽ രാജ് എന്ന അഖിൽ മാരാർ എന്ന വിവരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കും. എന്തായാലും അത് മൂപ്പരണ്ട് അറിയിച്ചു. മനഃപൂർവ്വമായിരുന്നു ആ ഒരു അറിയിക്കൽ എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. കാരണം ഇവന്റെ ഈ തള്ളു സഹിക്കാൻ വയ്യാതെയാണ് അവസാനം ഉത്തരം കൊടുത്തേ. ഇതിനൊക്കെ സുരേഷ് ഗോപി ചേട്ടൻ പറയാണ്ട് കേട്ടോക്കെ. ജനങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു. ആ നിശ്ചയത്തിൽ നിന്നൊന്നും നിങ്ങളുടെ ഈ ചെപ്പടി വിദ്യയും മറ്റേ അവര് പറയുന്നത് പോലെ എന്താ പൊറോട്ട നാടകം മനസ്സിലായില്ലേ? ബൈ.